മൈ ഡിയർ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ദ നൈസസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്നാണ് പ്രധാനമന്ത്രി മോദിയെ പറ്റി. ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. വാഷിംഗ്ടൺ DC-യിലെ ജോയിന്റ് ബേസ് ആൻഡ്രൂസ് സൈനിക താവളത്തിൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പ്രാദേശിക സമയം 5 മണിയോടുകൂടി മോദിയുടെ വിമാനം ലാൻഡ് ചെയ്തു. ഊഷ്മളമായ സ്വീകരണം ഇന്ത്യൻ സമൂഹം നൽകി. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് 3 ആഴ്ച പിന്നിടുമ്പോൾ എത്തുന്ന 4ാമത്തെ രാഷ്ട്ര തലവനാണ് നരേന്ദ്രമോദി. ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്ത ചർച്ചകളായിരിക്കും നടക്കുകയെന്ന് മോദി വാഷിംഗ്ടണിൽ പറഞ്ഞു. ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജനങ്ങളുടെ നന്മയ്ക്കും അതുപോലെ ലോകത്തിന്റെ നന്മയ്ക്കുമൊക്കെ വേണ്ടിയുള്ള ചർച്ചകളായിരിക്കും നാളെ മുതൽ നടക്കുക. ഈ വാഷിംഗ്ടണിൽ 6 ഉഭയകക്ഷി ചർച്ചകളാണ് ഈ 2 ദിവസം കൊണ്ട് നടക്കുന്നത്. ഇരു നേതാക്കളും മാത്രമായിട്ടുള്ള ചർച്ചകളും ഇത് കൂടാതെ ഇരുപക്ഷത്തുമുള്ള ഉദ്യോഗസ്ഥ സംഘവുമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഇതിൽ പ്രധാനം എലോൺ മസ്കുമായിട്ടുള്ള ചർച്ചയാണ്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ആഴ്ച 104 അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് അമേരിക്ക അയച്ച വലിയ തോതിൽ ഇന്ത്യയിൽ വിമർശിക്കപ്പെട്ട സമയത്താണ് മോദിയുടെ ഈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാത്രമല്ല ലോക രാജ്യങ്ങളും ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണുകയാണ്. ട്രംപ് അധികാരമേറ്റ് വെറും 3 ആഴ്ചക്കുള്ളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസിൽ എത്തുന്നത് ഇന്ത്യ അമേരിക്ക പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വിളിച്ചോന്നാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ വ്യവസായ പ്രമുഖരുടെ സംഘവും ഇന്ത്യയുടെ കൂട്ടായ്മയിലുമൊക്കെ മോദി സംസാരിക്കും. അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യയുടെ ഉയർന്ന തീരുവകളോടുള്ള എതിർപ്പ് ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വൈറ്റ് ഹൗസും പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മാത്രമല്ല ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിരെ തീരുവ ചുമത്തുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഇത് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനവുമായിട്ട് മുമ്പ് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏതാണ്ട് $200 ബില്യൺ ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ 40 മുതൽ 50 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇത് ട്രംപിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 രാഷ്ട്ര നേതാക്കളും എങ്ങനെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ പറ്റും.